കാള പെട്ടെന്ന് കേട്ടപ്പോൾ പോയി കയറെടുത്ത ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ അതിൻ്റെ നേരെ തിരിച്ചായിട്ടുള്ള ആളാണ്. കാരണം കാള പെറ്റത് പോയിട്ട് കല്യാണം കഴിച്ച കാര്യം പോലും എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു സ്ലോ പേഴ്സണാണ്. എനിക്കൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മനസ്സിലാവില്ല, ഇല്ലെങ്കിൽ നന്നായിട്ട് കത്തൂല, കുറേ നേരം കഴിയണം. ഇതൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം, എല്ലാ കാര്യവും ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ വെച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇതൊരു വൃത്തിയുടെ സ്വഭാവം. എനിക്ക് നല്ല അടിയിട്ടാൽ തന്നെ കുഴപ്പമാണ്. പറഞ്ഞു വന്നത് നമുക്കിന്ന് എക്സാമുള്ള ദിവസമാണ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് മെസ്സിൽ പോയി ഫുഡ് കഴിച്ച്, പിന്നെ വിശപ്പ് മാറാത്തതുകൊണ്ട് തൊട്ടപ്പുറത്ത് റൂമിൽ പോയി കേക്കും ചിപ്സും ഒക്കെ കയറ്റി. പിന്നെ അതിന് ശേഷം നമുക്ക് ലാബിൽ പോകണമായിരുന്നു. അപ്പോൾ ലാബിൽ എന്തായാലും പോയേ പറ്റുള്ളൂ. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി, അതായത് ലാബിൽ പോകുന്ന പണിയും അവിടെ ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് നല്ല പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒറ്റ മനുഷ്യനെടുത്ത് നമ്മൾ ആരോടും ഈ പരാതി പറയാതിരിക്കുക. കാരണം ഈ ചെയ്യുന്ന പണി, ഈ പെടുന്ന പാടുമൊക്കെ ഇതെൻ്റെ തീരുമാനമാണ്. ബിക്കോസ് ഞാനാണ് ഈ തീരുമാനം എടുത്തത്. അപ്പോൾ എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ധർമ്മേന്ദ്ര തത്വമസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ജോലിയൊക്കെ അങ്ങനെ അങ്ങ് ചെയ്യുക. ഇതെല്ലാം ഇന്നത്തെ ദിവസം നമ്മൾ പോട്ടെന്ന് വെക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അതായത് ഈ വഴി കൂടി പോകണവന്മാരും വരണവന്മാരും ഒക്കെ നമ്മളടുത്ത് ചോദിക്കും, എക്സാമിന് പോകണില്ലേ. അതായത് നമ്മുടെ എക്സാം സെൻറ്റർ ദൂരെയാണെന്ന് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അപ്പോൾ എന്നാലും ഈ റോഡിൽ കൂടി പോകണവന്മാരൊക്കെ നമുക്ക് ഈ ടെൻഷൻ തരുമ്പോഴത്തേക്കും എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പെട്ടെന്ന് പാനിക്കാവും കേട്ടോ. ഇത് കേട്ട് മടുത്ത് കുളിച്ചൊരുങ്ങി ഞാൻ നേരെ കോളേജിലോട്ട് പോയി. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. ഈ കോളേജ് ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. ഞാൻ ഒരു സിനിമയിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവസാന സർവ്വാഭരണ വിഭൂഷിയായിട്ട് പോയ ഞാൻ ഈ കോളേജിലാണ് എക്സാമിനോട്ട് പോയത്. തിരിച്ചിറങ്ങി വന്നു. പിന്നെ എക്സാമിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു പേടിയും വേണ്ട, ഒന്നും പഠിക്കാത്തതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല. പിന്നെ ആകാശപാത വഴിയൊക്കെ കയറി നമ്മൾ നേരെ ഹോസ്റ്റലിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ കറണ്ടില്ല. ശുഭലക്ഷണം. രാവിലെ തൊട്ടേ ഇത് തന്നെയായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.